ഹായ് നമസ്കാരം, നന്ദകുമാറാണ്. ടർബോ അല്ല ടാർബോ. മീൻ കച്ചവടക്കാരനായ വില്ലൻ, മീനച്ചാർ ഉണ്ടാക്കുന്ന വില്ലൻ. കോടികൾ വരുമാനമുണ്ട്. പക്ഷേ റോൾസ് കാറൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും പുള്ളിക്ക് സിഗരറ്റ് മേടിക്കാനുള്ള കാശില്ല. പുള്ളി ഇപ്പോഴും സാധാ വീഡിയോ വലിച്ച് നടക്കുന്നത്. ചിലപ്പോൾ നൊസ്റ്റാൾജിയുടെ പുറത്തായിരിക്കും. മമ്മൂട്ടീനെ മാത്രം ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടിയുടെ കോമഡി കൊള്ളാം, സ്ക്രിപ്റ്റ് കൊള്ളൂല, മേക്കിങ് കൊള്ളൂല, സൗണ്ട് കേൾക്കാം. പക്ഷെ കുറേ കഴിഞ്ഞപ്പം ഭയങ്കര അരോചകത്വമായിട്ട് തോന്നി പടം. എന്തിനോ വേണ്ടി തളച്ച സാമ്പാറിൻ്റെ അകത്തെ കഷ്ണം തലക്കകത്ത് വീണിട്ട് കണ്ണി നീറ്റലുണ്ടായ പോലത്തെ ഒരു അവസ്ഥയായി പോയി. മനസ്സിലായി? എന്തിനോ വേണ്ടി തളച്ച സാമ്പാറിൻ്റെ അകത്തെ കഷ്ണം നമ്മുടെ കണ്ണി വന്ന് വീണിട്ട് കണ്ണിന് നീറ്റലടിച്ചിട്ട് വേദന എടുത്തതുപോലത്തെ ഒരു പരിപാടിയാണ്. പിന്നെ അത്യാവശ്യം സംസാരിക്കാൻ പറ്റുമായിരുന്ന ഒരു കഥേനെ എത്രത്തോളം കുളമാക്കിയിട്ട് ചിത്രീകരിക്കാമെന്നും എങ്ങനെയൊക്കെ ബോറടിപ്പിക്കാമെന്നുമുള്ള ഒരു വളരെ ശാസ്ത്രീയപരമായിട്ട് പഠിച്ച് അങ്ങനെ ശാസ്ത്രീയപരമായിട്ട് എടുത്തൊരു സിനിമ പോലെയാണ് ടർബോ. നല്ല ടൈറ്റിലൊക്കെ ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ചെറുക്കൻ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. കാര്യം അവൻ്റെ ഒച്ചയാണ്. കാര്യം ഒച്ച ഇല്ലാതെ പറ്റൂല. പിന്നെ ഒരു ഇടിപ്പടത്തിന് ഇങ്ങനത്തെ കഥ പോരെയെന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത്, ഈ തെലുങ്ക് കന്നഡ ഹിന്ദി പോലത്തെ സ്ഥലങ്ങളിൽ വംശനാശം സംഭവിക്കാൻ കാരണം, അതായത് സിനിമകൾക്കൊരു വംശനാശം സംഭവിക്കുന്ന പോലത്തെ ഒരു പ്രതീതി ഉണ്ടായത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് പരിപാടികൾ വന്നപ്പോഴാണ്. അപ്പം അവിടുന്ന് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് പ്രൊഡക്ഷൻ്റെ കമ്പനിക്കാർ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കുറച്ച് നല്ല പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആൾക്കാർക്ക് ഫീലും ഇമോഷൻസും ക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെ നല്ല സിനിമകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് കുറേ ആൾക്കാർ അഭിനയിക്കാനും അവിടുന്ന് ഇങ്ങോട്ട് കുറേ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാനും വന്നത്. ആ ആൾക്കാർ ഇവിടെ വന്ന് നോക്കുമ്പം ഇവിടെയും അവിടുത്തെ പടം ഓടുക എന്ന് പറയുമ്പോഴത്തേക്കിനും മനസ്സിലായ, ഇവിടെയും ഇപ്പോൾ ഭാഷ മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കി കാറും ബഹളവും വില്ലന്മാരും അതിൻ്റെ വെട്ടിക്കുത്തും ഗൺ ഫൈറ്റും ഇതെല്ലാം സെയിം തന്നെ. എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ആദ്യം തന്നെ വന്നിട്ട് പുലിമുരുകൻ്റെ പോലെ പൊക്കി പറയാണ്, ടർബോ ജ്യൂസ് അമ്പലം അമ്പലമല്ല, ടർബോ ജ്യൂസ് പള്ളി തല്ലിപ്പൊളിച്ച് കഴിഞ്ഞാൽ കുറേ കാശ് പോകും. അതുകൊണ്ടിട്ട് ടർബോ ജ്യൂസിന് 3 കൂടി എന്തോ ഒന്ന് സ്ക്രിപ്റ്റഡേ. മിഥുൻ മാനുവൽ ഇറ്റ്സ് എ വെരി ഗുഡ് റൈറ്റർ. പുള്ളിയുടെ പടമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല റൈറ്ററായിരുന്നു, നല്ല അടിപൊളി ഫിലിം മേക്കറാണ്. അപ്പം മിഥുൻ മാനുവൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മത്തിൻ്റെ പൊന്ന് പടച്ചവനാണ് വിശ്വസിക്കാൻ പറ്റണല്ലോ. പിന്നെ വൈശാഖ്, പിന്നെ നമുക്കറിയാം മറ്റേ ക്യാമറ പരിപാടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കലും സംഭവങ്ങളും എല്ലാം കൂടെ എന്തൊക്കെയോ തട്ടിക്കൂട്ടി പരിപാടിയൊക്കെ എടുക്കും എന്നുള്ള അറിയാം. പക്ഷേ എന്നാലും വൈശാഖിൻ്റെ സിനിമകൾക്ക് കുറച്ച് ഇപ്പം സീനിയേഴ്സൊക്കെ എടുക്കുമ്പോഴും നമുക്കൊരു ചെറിയൊരു രസമൊക്കെ ഉണ്ടായിരുന്നു. പോക്കിരാജയൊക്കെ രസമുണ്ടായിരുന്നു. ഇതങ്ങനെയല്ല. ഇത് ആദ്യത്തെ സീൻ തൊട്ട് വെറുപ്പിക്കലായിപ്പോയി. ടർബോ മറ്റേ ജോസ് വന്നു കഴിഞ്ഞാൽ മറ്റേ പള്ളി തല്ലിപ്പൊളിച്ച് 5 ലക്ഷം രൂപ എനിക്ക് നഷ്ടമാകും. അതുകൊണ്ടിട്ട് ടർബോയോട് വല്ല ടൂറ് പോകാൻ പറയുന്ന ആ സീനൊക്കെ ആവശ്യമേ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ക്ലീശ സാധനമാണ്. പിന്നെ ക്ലീശ ഇങ്ങനെ അരിഞ്ഞ് വെച്ചേക്കാണ്. കാശ് പോയതിൻ്റെ ദിണത്തിൽ പറയുന്ന കേട്ടോ. കാശ് പോയി, പൈസ പോയതിൻ്റെ ദിണത്തിൽ പറയുന്ന. പിന്നെ മമ്മൂക്കനെ ഇഷ്ടപ്പെട്ടു. മമ്മൂക്ക വലിയ കുഴപ്പമില്ല. മമ്മൂക്ക അഭിനയിക്കുന്നുണ്ട്, മമ്മൂക്കനെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. മമ്മൂട്ടി കമ്പനി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നല്ല പടങ്ങൾ എടുത്തുണ്ടാക്കിയ കാശ് മൊത്തം ഈ ചാണാപ്പുള്ളി സിനിമക്ക് കൊണ്ട് കളഞ്ഞെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കണ്ടിരിക്കാനേ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടി കാരണമില്ലാതെ തല്ലിയ നമുക്കാണെങ്കിലും ലോജിക്കലി കണക്റ്റ് ആവില്ലല്ലോ. വെറുതെ മമ്മൂട്ടി ഷോ കാണാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മമ്മൂട്ടിയുടെ ഏതെങ്കിലും കുറേ പണ്ടത്തെ സിനിമ എടുത്തിട്ടിരുന്ന് കണ്ടാൽ പോരാ. അതിൻ്റെ പണ്ടത്തെ മമ്മൂട്ടി സിനിമയുടെ ക്ലിപ്പിങ്സ് കട്ട് ചെയ്ത് തിയേറ്ററിൽ ഇറക്കിയാലും നമുക്ക് ഓക്കെയാണ്. ഇതേപോലത്തെ പരിപാടിയായിട്ടൊന്നും വരില്ല. ദൈവത്തെ ഓർത്ത് ഇതേപോലത്തെ പടമായിട്ട് ഇനി വരരുതേ പ്ലീസ്. കൈ കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് കടം മേടിച്ചും സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചും അല്ലെങ്കിൽ സാലറിയുടെ പൈസ എടുത്തും ഒക്കെയാണ് ഓരോ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ പോകുന്നത്. അപ്പം ദൈവത്തെ ഓർത്ത് ഇതേപോലത്തെ ചാണാപ്പുള്ളി പരിപാടിയായിട്ട് ദൈവത്തെ ഓർത്ത് തിയേറ്റർ ഏരിയയിലേക്ക്